ഞാൻ പറഞ്ഞിട്ട് പറയാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ പോലീസിനകത്തെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനകത്തെ സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ചാണ് ആദ്യം മുതൽ അൻവർ ഉയർത്തിയ രാഷ്ട്രീയം. അതിനെ ചതിയായി കാണുന്നതും വഞ്ചനയായി കാണുന്നതും ഏത് മുന്നണിയാണെങ്കിലും അതിലേക്ക് വരാൻ ഞാൻ ചോദിച്ചോളൂ. അല്ല, താങ്കൾ പറഞ്ഞോളൂ. ഈ RSS രാഷ്ട്രീയത്തിനെതിരെയൊക്കെ ഇപ്പോൾ വാദോരാതെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ MLA സ്ഥാനമൊക്കെ രാജിവെച്ചത്. ചെന്നെത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിലാണല്ലോ. തൃണമൂലിന് NDA അങ്ങനെ തൊട്ടുകൂടാത്തൊരു മുന്നണിയൊന്നുമല്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പമോ അല്ലയോ എന്ന് വ്യക്തമായി അറിയാത്ത അവസ്ഥയിലാണ്. നേരത്തെ NDAയുടെ ഭാഗമായിരുന്നിട്ടുള്ള ആളുമാണ്. അപ്പോൾ അങ്ങനെ BJPയോട് അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നും ഇല്ല. സ്മൃതി, ബംഗാളിലെ രാഷ്ട്രീയം മനസ്സിലാക്കാതെ വർത്താനം പറയരുത്. ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് ആരാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബേസ്? അവിടുത്തെ മുസ്ലിം സാമാന്യമാണ്. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കായിരുന്ന മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടാണ് തൃണമൂൽ കോൺഗ്രസ്. ആ വിഷയമല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ ചർച്ച. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയുണ്ട്. ഇവിടെ ആർക്കും തൊട്ടുകൂടായ്മല്ല. CPM ഒരു കാലത്ത് ജനസംഘത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടില്ലേ? ഇത് ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച വിടൂ. നമ്മളെപ്പോഴത്തെ ചർച്ച എന്താ? കേരളത്തിലെ RSS വൽക്കരണത്തെക്കുറിച്ച്, പോലീസിലെ RSS വൽക്കരണം, അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മുടെ റിദാൻ ബാസിൽ വധം എവിടെ എത്തി? രണ്ട്, നമ്മൾ കേരളത്തിലെ കുറച്ച് കാലമായി ലോകസഭ ഇലക്ഷന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ പ്രസംഗങ്ങൾ നോക്കൂ, എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഒരാൾ പറഞ്ഞു മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. വേറൊരാൾ ഹിന്ദു പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറഞ്ഞു മലപ്പുറത്താണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ കള്ളക്കടത്ത് നടക്കുന്നത്. ഇങ്ങനെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ ഈ സർക്കാരിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇത് സംഘപരിവാറിൻ്റെ മലബാർ ഓപ്പറേഷൻ്റെ ഭാഗം. തുടക്കം മുതലേ ഇത് PV അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ആരുടെ ചതിക്ക് എതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്? ഈ വാർത്താ സമ്മേളനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഒടുവിൽ അവസാനിക്കുന്നതാണല്ലോ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കൂ എന്ന് PV അൻവറിനോട് പറയാൻ തോന്നുകയാണ്. ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഉടച്ചു വാർക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു പിണറായിസത്തിനെതിരെ നിലപാടെടുത്ത് വരുമ്പോൾ UDF എടുക്കേണ്ട ചില സമീപനങ്ങൾ, അല്ലെങ്കിൽ അൻവറിന് നേരത്തെ സെൽവരാജൊക്കെ ചെയ്ത പോലെ നേരെ UDF ആയിട്ട് ചർച്ച നടത്തി UDFൻ്റെ MLA ആയി മത്സരിച്ചാൽ മതിയല്ലോ. അത് മാറ്റിയിട്ട് പുതിയൊരു രാഷ്ട്രീയം ഇവിടെ ഉണ്ടാകണം. UDF അത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി ഗൗരവപരമായ സമീപനം എടുക്കണം എന്ന സമീപനമാണ്. ഈ രാഷ്ട്രീയത്തെ ഉടച്ചു വാർക്കാനാണ് അൻവർ നിൽക്കുന്നത്. ഒരു സംശയം വേണ്ട, അൻവർ ഇവിടെ ജയിക്കും, അൻവർ മുന്നോട്ട് പോകും. അല്ല, അൻവർ ജയിക്കാനുള്ള ഘടകം എന്താണ്? അൻവർ എല്ലാവരെയും ഉടച്ചു വാർക്കാനും എല്ലാവരെയും തിരുത്താനും നടക്കുകയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇന്നിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥയാണ് സഖാക്കൾക്ക് എന്ന് പറഞ്ഞു തുടങ്ങി ആ നീണ്ട വാർത്താ സമ്മേളനം. അതിനിടയിൽ IPS, IFS, IRS ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വന നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷവും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല, പത്രത്തിൽ പരസ്യം ഒന്നും ചെയ്യാതെ അതങ്ങ് ഗസറ്റിൽ 4 വരിയിൽ ഒതുക്കിക്കൊണ്ട് ആ വന നിയമ ഭേദഗതി ബിൽ പാസ്സായി എന്ന്. ആണോ? പാസ്സായോ? അറിയില്ല, എനിക്ക് അറിയില്ലേ. അത് നോക്കേണ്ട വിഷയമാണ്. അല്ല, നോക്കേണ്ട വിഷയം ചെല്ലല്ല. ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഒരു വാർത്താ സമ്മേളനത്തിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ, കാരണം അവിടെ മലയോര കർഷകരുടെ വോട്ടാണല്ലോ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടർമാരുടെ സംരക്ഷകനായി അദ്ദേഹം അവതരിക്കുകയാണല്ലോ. അങ്ങനെ അവതരിക്കുമ്പോൾ ഈ കള്ളം പറഞ്ഞിട്ടാണോ വോട്ട് മേടിക്കുക? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു നിയമം നടപ്പിലായി കഴിഞ്ഞോ? അല്ല, സ്മൃതി അതിനകത്ത് അൻവർക്ക് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ആ നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷം അറിയാതെ ഗസറ്റിൽ 4 വരിയിൽ ഒതുക്കി അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ബിൽ പാസ്സാക്കാൻ പറ്റുമോ? ഇപ്പോഴും അൻവർ ഒരു മിനിറ്റ്, അത് ഒരു സാങ്കേതികത്വത്തിൽ സാങ്കേതികത്വമൊന്നുമല്ല. അങ്ങനെ പറഞ്ഞു പോയത് നിങ്ങൾ കള്ളം പറഞ്ഞ് വോട്ട് മേടിക്കരുത്. നിങ്ങൾ വന നിയമ ഭേദഗതി ബിൽ ഇവിടെ പാസ്സായി എന്ന് പറഞ്ഞു. ഇവിടെ ഇത് ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം എതിർത്തു. അത് സർക്കാർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണ് പാസ്സായി എന്ന് പറയുന്നത്?
അൻവർക്ക് ഉയർത്തിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കള്ളം പറഞ്ഞു ഇവിടെ വനനിയമത്തെ കുറിച്ചും വന്യജീവി പ്രശ്നം. ഒരു മിനിറ്റ്, വന്യജീവി തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മലയോര കർഷകർക്ക് വേണ്ടി ഒരു ദിവസം ജയിലിൽ കടന്ന മനുഷ്യന്റെ പേരെന്താ? MLA ആയിരിക്കുമ്പോൾ ജയിലിൽ കടന്ന മനുഷ്യന്റെ പേരാണ് അൻവർ. ഒരു സംശയം വേണ്ട. ഞാൻ പറയുന്നത് മലയോര കർഷകരുടെ രക്ഷകൻ തന്നെയാണ്. അതിൻ്റെ സാങ്കേതികത്വങ്ങൾ വിടൂ. നമുക്ക് ഇപ്പം ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും UPAയും ഇവിടെ NDAയും ഒക്കെ ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താ? അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അൻവർക്ക് ആ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഒരു തെറ്റ് വന്നെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കോ? നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ഇടതുപക്ഷം എന്ത് ചെയ്തു, ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു. ഞങ്ങൾ ഉയർത്തിയ വിഷയത്തിന് പകരം മറ്റൊരു ചോദ്യം ഇങ്ങോട്ട് തരാതെ, മറ്റൊരു വിഷയം ഇങ്ങോട്ട് പറയാതെ, ഞങ്ങൾ ഉയർത്തിയത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾ വീണ്ടും അതന്നെ പറയുന്നത്. ഞങ്ങൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ വിഷയം ഉന്നയിക്കുക? അങ്ങനെയല്ലോ. നിങ്ങൾക്ക് മലയോര കർഷകരുമായി ബന്ധപ്പെട്ട കാര്യം പറയാം, ജയിലിൽ പോയ കാര്യം പറയാം, ഇതൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ ബിൽ പാസ്സായി എങ്ങനെ പറയും? ആ വിഷയം ഇപ്പം നിലനിൽക്കുന്നില്ലേ? ഒരു മിനിറ്റ്, അതിന്റെ സാങ്കേതികത്വം വിടൂ. ആ ബിൽ പാസ്സായില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അത് പാസ്സായില്ല, പക്ഷെ ചർച്ച എന്താ? ആ വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇവിടുത്തെ മലയോര കർഷകരും മലയോര മനുഷ്യർക്കും പ്രതിസന്ധി ഉണ്ടോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. മലയോര കർഷകർക്കും മലയോര മേഖലയിലെ മനുഷ്യർക്കും വലിയ പ്രതിസന്ധിയുണ്ട്, വന്യജീവി അക്രമത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. മലയോര കർഷകർക്ക് ഇവിടെ പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് പറയാമെന്നേ. കളവ് പറഞ്ഞിട്ടല്ല തുടങ്ങേണ്ടതാണ് ഞാൻ പറഞ്ഞുള്ളൂ. അത് പ്രശ്നമില്ല. ഇങ്ങനെ ആയിരിക്കില്ലേ ഓരോ നേതാക്കൾക്കെതിരെ വ്യക്തിപരമായി നടത്തുന്ന അധിക്ഷേപങ്ങളും? അല്ലേ? അതിന്റെ അന്തസത്ത ഉള്ളി പൊളിക്കുന്ന പോലെ പൊളിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും അവസാനം കിട്ടുക? ഒരു മിനിറ്റ് സ്മൃതി, ധൈര്യമായിട്ട് പൊളിച്ചോളൂ. ഒരു കൺസെന്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. ഞങ്ങൾ അന്ന് പറഞ്ഞ നേതാക്കൾക്കെതിരെ ആർക്കെതിരെ ഇവിടെ വ്യക്തിപരമായി ഉന്നയിച്ചത്? ഞങ്ങൾ ഇവിടെ ആർക്കെതിരെയും വ്യക്തിപരമായി ഞങ്ങൾ വ്യക്തിപരമാണോ? ഒരു മിനിറ്റ്, ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇന്ന് അൻവർ പറഞ്ഞ വിഷയങ്ങൾ എന്താ? ഇന്ന് പറഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് പണപ്പിരിവ് നടത്തി, വ്യാപാരി പറഞ്ഞില്ലേ? അത് നിലമ്പൂരിലെ വ്യാപാരി വ്യവസായികൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ലേ? അവര് പറഞ്ഞു അവർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. ഷൗക്കത്തിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളൂ. അത് പറഞ്ഞു നിർത്താണല്ലോ ആര്യാടൻ ഷൗക്കത്തിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇവിടെ PV അൻവറാണ്. ഇവിടെ M സ്വരാജ് നടത്തിയിട്ടില്ല. ഇവിടെ മാന്യമായ പ്രചാരണം രണ്ടു കൂട്ടരും നടത്തുമ്പോൾ PV അൻവർ ഇവിടെ വ്യക്തികളെ എടുത്ത് അധിക്ഷേപിക്കുകയാണ്, വ്യക്തികൾക്കെതിരെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞ കാര്യം എന്താണ്? പണപ്പിരിവ് നടത്തി, പണം പറ്റിക്കുന്നു, കൃത്യമായി എല്ലാ വർഷവും പരിപാടി നടത്താറുണ്ടെന്ന് പറയുന്നു, പിരിവ് നടത്തുന്നു, പണം തട്ടുന്നു. അതിന്റെ മുന്നേ പറഞ്ഞ ഒരു മിനിറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചൊന്ന് പറയേ. എന്താണ് കോളറിന് പിടിച്ച് പിരിവ് നടത്തുന്നു? അതിന്റെ മുന്നേ പറഞ്ഞ എന്താ? കോളറിന് പിടിച്ച് പിരിവ് നടത്തുന്നു. അതിന്റെ മുന്നേ പറഞ്ഞ എന്താ? അതോട് പറഞ്ഞു. അത് ഇവിടുത്തെ നിലമ്പൂരിലെ മനുഷ്യർക്ക് അറിയുന്ന കാര്യമാണ്. അതൊരു വ്യക്തിപരമായ ആരോപണമല്ല. അതിവിടെ ഈ പാട്ടുത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അതിന്റെ മുന്നേ പറഞ്ഞ കാര്യങ്ങളോട് പറയൂ. ആര്യാടൻ ഇത് ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ മുഴുവൻ കാര്യങ്ങളും പറയും. മുഴുവൻ കാര്യങ്ങളും പറയാം. ഷൗക്കത്തിനെതിരെയാണ് പറഞ്ഞത്. ഷൗക്കത്ത് സിനിമയെടുത്തു, വലിയ കുറ്റമായി. എന്താണ് പറഞ്ഞത്? ഷൗക്കത്ത് സിനിമയെടുത്തു, ഷൗക്കത്ത് മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്നു. അപ്പുറത്ത് സ്വരാജ് ആകട്ടെ ഹിന്ദുക്കളെ വെറുപ്പിക്കുന്നു. അൻവർ ഇന്ന് ഉന്നയിച്ചത് ഷൗക്കത്തിനെ എന്തുകൊണ്ടാണ് അൻവർ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് പറഞ്ഞത്. എന്തതിന്റെ വിശദീകരണമാണ് പറഞ്ഞത്? എന്താ കാരണം? ഒന്ന്, അൻവർ മാപ്പ് പറയണമെന്ന് UDF ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ വിശദീകരണം എന്ന രീതിയിലാണ് അൻവർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഷൗക്കത്ത് ഈ സ്ഥാനാർത്ഥിത്വത്തിന് യോഗ്യമല്ല, അല്ലെങ്കിൽ അൻവറിനെ തന്നെ സ്വയം മത്സരിച്ചാൽ പോലെ യോഗ്യമല്ല എന്ന് പറയാനുള്ള കാരണം ഇവിടുത്തെ പ്രധാന ഒരു മിനിറ്റ് ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ പറയണ കേസ് കൊടുപ്പിച്ചത്
ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസ് കൊടുപ്പിച്ചതൊക്കെ ആര്യടൻ ഷൗക്കത്തിന്റെ ആളുകളാണ് എന്നുള്ളതാണ് പി വി അൻവറിന്റെ ആരോപണം. അതാണ് യഥാർത്ഥ പ്രശ്നം, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ആര്യടൻ ഷൗക്കത്തിനോട് പി വി അൻവറിനുള്ള വിരോധം സ്മൃതി അല്ലേ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കച്ചവടമാണ് അടിസ്ഥാന പ്രശ്നം. വ്യക്തിവിരോധം പറയൂ. ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിവിരോധമല്ല പ്രശ്നം. അതങ്ങനെയാണ്, അതെന്നെ പറയാലോ അൻവറിനെ. വ്യക്തിവിരോധമല്ല എല്ലാവർക്കും പറയുന്ന ആളല്ലേ അൻവർ. അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഇന്ന് അൻവർ വിശദീകരിച്ചതിന്റെ വിശദീകരണം ഞാൻ തരാം. അൻവർ പറഞ്ഞു, ഇന്ന് ഞങ്ങൾ ഇവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അൻവർ പറഞ്ഞു, ഞങ്ങൾ എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് യോഗ്യനല്ല. സിനിമ എടുത്തു അത് വലിയ കുറ്റമായി എന്നല്ല. പാഠമൊന്ന് വിലാപം എന്ന് പറയുന്ന സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഇസ്ലാമോഫോബിയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. 2, ഏത് കാലത്താണ് എടുക്കുന്നത്? ഇവിടെ ന്യൂനപക്ഷത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് സിനിമ എടുത്താൽ അവാർഡ് കിട്ടുമെന്നുള്ള പ്രയോഗം ദുഷ്ടബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് പറയാവുന്ന ഒരു കാര്യം, ഏത് കാലത്ത് എടുത്ത സിനിമയാണത്? അഡ്വക്കേറ്റ് മുഹമ്മദ് സഹീദ് റൂമി കാലവും സമയവും ഒക്കെ മാറ്റി എഴുതിക്കൊണ്ട് ആരോപണം ഉന്നയിക്കരുത്. രണ്ടാമത്തത്, കാലവും മാറ്റം ഒന്നുമില്ല. ഇതില് കാലം മാറി ആര്യാടൻ ഷൗക്കത്ത് മാറിയോ? അങ്ങനെ ഒരു ദുരാചാരം ഉണ്ടെങ്കിൽ അത് പറയണ്ടേ? പറയാൻ ആരെങ്കിലും വേണ്ടേ? കൊള്ളാമല്ലോ. ഇതേ പി വി അൻവർ തന്റെ കുടുംബത്തിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നതിനെ കുറിച്ചും നല്ല ജോലി സമ്പാദിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പൊ അവനവന് തരാതരം പോലെ പറയാം. പാഠമൊന്ന് വിലാപത്തെ കുറിച്ചല്ല സ്മൃതി പറയുന്നത് പെരുമഴക്കാലത്തെ കുറിച്ചാണ്. ഞാൻ പറയുന്നത് പാഠമൊന്ന് വിലാപത്തിനെ കുറിച്ചാണ്. പാഠമൊന്ന് വിലാപത്തിന്റെ കഥ മനസ്സിലാക്കൂ. അതിലെ കഥ അലിഗറിൽ പോയി തീവ്രവാദിയാകുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കഥയാണ്. അതിനെക്കുറിച്ചെങ്കിലും മനസ്സിലാക്കേ. അവിടെ പോയി അൻവർ പറയുന്ന കാര്യം, ആ സിനിമ അവതരിപ്പിക്കുന്ന കാര്യം, സിനിമ പറയുന്ന കാര്യം, അത് യുവാക്കളിലേക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപ്രേക്ഷ്യമുണ്ട്. അതിനെതിരെയാണ്. അത് യുവാക്കളിൽ, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ജീവിച്ച, ഞാനൊക്കെ യുവാവായിരുന്ന സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത്. അന്നത് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു ഹെയ്റ്റിനെ കുറിച്ച് ഇന്നും ഞങ്ങൾക്ക് വേദനയുണ്ട്. അതിനെക്കുറിച്ചാണ്, അത് വോട്ടർമാരായ യുവാക്കൾ ഉണ്ടാക്കുന്ന വേദനയെക്കുറിച്ചാണ് അൻവർ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ അൻവറിന്റെ പ്രശ്നം പാണക്കാട് തങ്ങൾക്കെതിരെ അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടിന്റെ, എന്തേ തങ്ങളെ വീട്ടിലേക്ക് പോലീസ് പോകാത്തത് എന്ന് LDFന്റെ കാലത്ത് അല്ലെങ്കിൽ UDFന്റെ കാലത്ത് മുഹമ്മദ് സഹീദ് റൂമി ഓരോ കാലത്തും ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിലപാടുകൾ, പ്രതികരണങ്ങൾ, അങ്ങനെ ഇപ്പോൾ അൻവറിന്റെ എടുത്തു നോക്കിയാൽ എന്തൊക്കെ കിട്ടും? സ്വരാജിനെ പ്രകീർത്തിച്ച്, പിണറായി വിജയനെ പ്രകീർത്തിച്ച് നടത്തിയ പ്രതികരണങ്ങളൊക്കെ മുൻപുള്ളതല്ലേ? അല്ലേ? ഇപ്പോൾ പാണക്കാട് തങ്ങൾമാർക്കും പാണക്കാട് തറവാറിനും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്തിനാണ് അൻവർ ഉന്നയിക്കുന്നത്? അൻവറിനല്ല പ്രശ്നം. നിങ്ങൾ സ്മൃതി അൻവറിനല്ല പ്രശ്നം. ഇതിവിടുത്തെ UDFന്റെ വോട്ടർമാരായ മുസ്ലിം പൊതുസാമാന്യം അംഗീകരിക്കില്ല എന്നാണ് അൻവർ പറയാൻ ശ്രമിച്ചത്. 2016 വോട്ട് കിട്ടിയത് 2025 പാതി വഴിയിൽ ഇറങ്ങി പോകുമ്പോഴും അത് തന്നെ പറഞ്ഞാൽ കിട്ടുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക? ആ പ്രതീക്ഷയല്ലേ ഇവിടെ 2016 നിങ്ങൾ തന്നെ പറഞ്ഞു ജയിച്ചു എന്ന്. അതന്നെയല്ലേ അതിൻ്റെ ഉത്തരം. അത് പറഞ്ഞാൽ വോട്ട് കിട്ടും. ജനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പാഠമൊന്ന് വിലാപം എന്തായിരുന്നു സിനിമ? ബാലവിവാഹത്തെ കുറിച്ചല്ലേ? മീര ജാസ്മിൻ അഭിനയിച്ച സിനിമയല്ലേ പാഠമൊന്ന് വിലാപം? ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചോ? അല്ല, ഗൂഗിൾ ചെയ്ത് എങ്ങനെ കണ്ടുപിടിച്ചാലും അതാണോ കഥ? എന്താ ഒരു പരിഹാസം. പെരുമഴക്കാലമാണ്. അല്ല, ഞാൻ ചോദിച്ചോന്നുള്ളൂ. ഉത്തരം പറഞ്ഞിട്ട് പരിഹസിച്ച കുഴപ്പമില്ല. അല്ല, ഞാൻ ആദ്യം ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എന്താ? താങ്കൾ ചോദ്യം ചോദിക്കാനാണോ ഇവിടെ ഇരിക്കുന്നത്? ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾ മാത്രം ചോദിച്ചാൽ മതിയോ? അല്ല, ഉത്തരം പറയൂ. ഞാൻ ഉത്തരം തന്നെ പറഞ്ഞത്. ചോദ്യം ചോദിക്കാനാണ് ഇരിക്കുന്നത്. ഉത്തരം പറയാൻ ആ സിനിമ പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലെ സംഗതി ഞാൻ പറയാം. നമ്മൾ ആ കഥയൊക്കെ വിടാം. അൻവർ ഇവിടെ ഉന്നയിച്ച രാഷ്ട്രീയം, അൻവർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഓക്കെ. അദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ ആള് ഇതിന് ആപ്റ്റല്ല, ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ ആപ്റ്റല്ല എന്ന് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചാണ്, അല്ലാതെ വ്യക്തിപരമായ ആരോപണമല്ല ഇതൊന്നും. ആ വ്യക്തിപരമായ ആരോപണമല്ലാത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇനി ബാക്കി നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇല്ല, താങ്കൾ ചോദിച്ചതിനൊന്നും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം ബാക്കിയുള്ള ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.